അപ്പോൾ നമ്മൾ ഇന്ന് ഇതിലേക്ക് ക്ലൗൺ ഫിഷിനെ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു കാലയളവിൽ നമ്മുടെ സ്കിമ്മർ ഓഫായിരുന്നു വെച്ചിരുന്നത്. നമ്മൾ ബെനിഫിഷ്യൽ ബാക്ടീരിയ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ സ്കിമ്മർ നമ്മൾ ഓഫിലാണ് വെച്ചിരുന്നത്. കാരണം എന്താ വെച്ചാൽ ബാക്ടീരിയ ഗ്രോ ആണ്. അല്ലെങ്കിൽ നമ്മുടെ ഇതിലേക്ക് ഈ വെള്ളം സ്കിം ചെയ്തിട്ട് അതിലേക്കുള്ള ബെനിഫിഷ്യൽ ബാക്ടീരിയ എല്ലാം ഈ സ്കിമ്മർ വലിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി ഫിഷ് ആഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ സ്കിമ്മർ ഓൺ ആക്കുന്നത്. അപ്പോൾ നമ്മളൊരു ക്ലോൺ ഫിഷിനെ സെലക്ട് ചെയ്യുമ്പോൾ ഒരു പെയർ വലുതും ഒരു പെയർ ചെറുതുമായിട്ട് സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെയാണ് ബിഗിനേഴ്സ് ചെയ്യുന്നൊരു മിസ്റ്റേക്ക് തന്നെയാണ് അനിമോണി നമ്മുടെ ടാങ്ക് മെച്ചൂർഡ് ആയതിനു ശേഷം ഒരു 6 മന്തിന് ശേഷം മാത്രമാണ് നമ്മൾ അനിമോണി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു അനിമോണി നമ്മൾ അക്വേറിയത്തിൽ ആഡ് ചെയ്യുമ്പോൾ അതൊരു 4-5 ഫിഷ് ആഡ് ചെയ്യുന്നതിന് തുല്യമാണ് ഒരു അനിമോണിനെ ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി വലിയൊരു അക്വേറിയം നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഒരു ക്ലൗൺ ഫിഷിനെ മാത്രമായിട്ടാണ് നമ്മൾ ഈ അക്വേറിയം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലൗൺ ഫിഷിനെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ക്ലൗൺ ഫിഷിനെ ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ സലനിറ്റി ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു അക്വേറിയം ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു മെഷീൻ വാങ്ങിക്കുകയാണ് കുറച്ചുകൂടി ബെറ്റർ. കാരണം വെച്ചാൽ കുറച്ചുകൂടി ആക്യുറസി ആയിട്ടുള്ള മെഷീനാണ് ഇത്. അപ്പോൾ നമ്മുടെ അക്വേറിയത്തിൻ്റെ സലനിറ്റി എപ്പോഴും 1.025 അതിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ചില സമയത്ത് നമ്മളുടെ അക്വേറിയത്തിലെ വെള്ളം ഇങ്ങനെ വറ്റി പോവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് എയറോ വാട്ടർ ഇതിൽ ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് വാട്ടർ ഇതിലിങ്ങനെ ഡ്രോപ്പായി ഒഴിച്ചിട്ട് നമുക്ക് ഇത് കുറച്ച് ഇതിലെ ടെമ്പറേച്ചർ കാര്യങ്ങൾ ഇത് കുറച്ച് അക്ലമേറ്റ് ചെയ്തിട്ട് നമുക്ക് സെയിം ആക്കണം. അപ്പോൾ അതിലേക്കായിട്ട് ഞാനൊരു ജസ്റ്റ് ഒരു ട്യൂബ് എടുത്തതിന് ശേഷം അതിലേക്ക് ഇങ്ങനെ ഡ്രോപ്പായിട്ട് വെള്ളം ഇങ്ങനെ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് പെട്ടെന്ന് ഉണ്ടാവും നമ്മളൊരു ഫിഷിന് നമ്മൾ ഫ്രഷ് വാട്ടർ ആഡ് ചെയ്യുന്ന പോലെ തന്നെ ഫ്രഷ് വാട്ടർ ഫിഷ് ചെയ്യുന്ന പോലെ തന്നെ ഇതിലും ചെയ്യണം. പെട്ടെന്നുള്ളൊരു ടെമ്പറേച്ചർ ചേഞ്ചസിനെ കാര്യമായിട്ട് ബാധിക്കും. അതുപോലെ തന്നെ ഒരു ബിഗിനേഴ്സിന് പറ്റിയൊരു ഫിഷാണ് ക്ലോൺ ഫിഷ്. നമ്മളൊരു ക്ലോൺ ഫിഷിൻ്റെ ഒരു നൈട്രജൻ സൈക്കിളാണ് ഇത് കാണുന്നത്. നമ്മളൊരു ഫിഷ് ആഡ് ചെയ്തതിന് ശേഷം നൈട്രജൻ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിതിലേക്ക് അമോണിയ ക്രിയേറ്റായി വീണ്ടും അതൊരു നൈട്രജൻ സൈക്കിളായി കംപ്ലീറ്റ് ചെയ്യുന്ന പിക്കാണ്. പിന്നീട് ഒരു ബിഗിനേഴ്സ് ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് ക്ലോൺ ഫിഷിനെ 2-ൽ കൂടുതലധികം ക്ലോൺ ഫിഷിനെ വാങ്ങിക്കുന്നത്. മെച്ചേർഡ് ആവുന്ന സമയത്ത് അവ ഫൈറ്റ് ആവുകയും 2 ക്ലോൺ ഫിഷ് മാത്രമായിട്ട് അവശേഷിക്കുകയും ചെയ്യും അതിൽ. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ക്ലൗൺ ഫിഷിനെ ആഡ് ചെയ്യാൻ പോവാണ്. ഇതിലേക്ക് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഓൾറെഡി ടെമ്പറേച്ചർ എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഇനി ക്ലൗൺ ഫിഷിനെ ഇനി ആഡ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ ഫിഷ് എല്ലാം ഇതിൽ ഹാപ്പിയാണ്. നമ്മൾ ഇതുവരെ സ്കിമ്മർ ഓഫ് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് സ്കിമ്മർ നമ്മളിതിലേക്ക് ഓൺ ചെയ്യണം. അപ്പോൾ ഇനിയാണ് ഇതിൻ്റെ നൈട്രജൻ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വരും വീഡിയോകളിൽ സ്കിമ്മറിൻ്റെ പ്രധാനം എന്താണെന്ന് വിശദമായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ സ്കിമ്മർ മറൈൻ ടാങ്കിൽ അത്യാവശ്യം തന്നെയാണ്. ചിലർ പറയും വിത്തൗട്ട് സ്കിമ്മർ നമുക്ക് റൺ ചെയ്യാമെന്ന്. പക്ഷേ സ്കിമ്മർ വളരെ അത്യാവശ്യമാണ് ഒരു മറൈൻ ടാങ്കിൽ. അപ്പോൾ അതിന് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സ്കിമ്മർ ഓൺ ആക്കിയിട്ടുണ്ട്. ബബിളെല്ലാം നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അക്വേറിയത്തിൻ്റെ ഫൈനൽ വ്യൂ ആണിത്. അപ്പോൾ ഫിഷെല്ലാം ഒരുവിധം റിലാക്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ ഇതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്കിമ്മർ ഇപ്പോൾ ഓൺ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സ്കിമ്മറിലെ കളക്ഷൻ കപ്പ് ഇപ്പോൾ എംപ്റ്റി ആണ്. ഒരു 2 വീക്കിന് ശേഷം നമ്മുടെ കളക്ഷൻ കപ്പിൽ ഇങ്ങനെ കുറച്ചീശയായിട്ടൊരു ഇതുപോലെ ഒരു നമുക്കിങ്ങനെ സ്റ്റോർ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കിമ്മറിൻ്റെ ഏറ്റവും വലിയ പ്രധാനം. ഇത് നമുക്ക് നമ്മുടെ നോർമൽ ഫിൽട്രേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഫിഷ് ഇപ്പോൾ വളരെ ഹാപ്പിയാണ്, റിലാക്സ് ആണ്. നമുക്ക് ഇപ്പോൾ ഇതിലേക്ക് അനിമോണിനെ ആഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 6 മന്ത് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിപ്പോൾ അനിമോണിനെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ടത്. പക്ഷേ ഇതൊരു ചെറിയൊരു അക്വേറിയം ആയതിനു ശേഷം നമുക്കൊരു ചെറിയൊരു അനിമോണിനെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു അനിമോണിനെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു ചെറിയൊരു അനിമോണിനെ ആഡ് ചെയ്യാനാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരു വലിയ അനിമോണിനെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവ വളരെയധികം വളരെയധികം അമോണിയ പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മാസീവായിട്ടുള്ള വാട്ടർ ചേഞ്ചും വേണം. നമുക്ക് നമ്മുടെ അക്വേറിയത്തിൽ ഒരു 2 വീക്ക് കൂടുമ്പോൾ 20% വെള്ളം നമുക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അക്വേറിയം മെച്ചുവർ ആവുന്ന സമയം തൊട്ടിട്ട് നമുക്കത്
ടൈം കൂടിയിട്ട് വരും. ചിലർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അക്വേറിയത്തിൽ 0 വാട്ടർ ചേഞ്ച് മറൈൻ അക്വേറിയം. പക്ഷേ അത് കുറച്ച് ടൈം പിടിക്കും. അതായത് അക്വേറിയം കുറച്ച് മെച്യൂർഡ് ആയതിന് ശേഷമാണ് നമുക്കതെല്ലാം ചെയ്യാൻ പറ്റുക.